ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിംഗുമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു ബന്ധത്തിൻ്റെ അകത്ത് ചിലപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരുമായിരിക്കും. നിങ്ങളുടെ ആ ഒരു എനർജി പോലെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ശരിക്കും ഇമോഷണലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതല്ലെങ്കിൽ കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തരത്തിലൊന്നും നിങ്ങളുടെ അടുത്തോട്ട് വരുമോ അല്ലെങ്കിൽ പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഓഫറുകളും അല്ലെങ്കിൽ ഒരുപാട് ചാൻസുകളും ഒക്കെ ലൈഫിൽ ആ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചേഞ്ച് ആവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ പോകുമെന്നോർത്ത് കുറേ നിങ്ങൾ താന്നു കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ലൈഫിൽ ഒരുപാട് ചാൻസ് ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും കാണാനുള്ളതും കേൾക്കാനുള്ളതും ആയിട്ടുള്ളൊരു മൂഡല്ല. ഞാനിപ്പോൾ എന്നെ ഒരു എനർജിയിലോട്ടാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ചാൻസസ് അയാളുടെ ലൈഫിൽ കൊടുത്തു, പക്ഷെ അയാൾ അതിനനുസരിച്ചൊന്നും വരുന്നില്ല. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി ഷിഫ്റ്റായി, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബന്ധത്തിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ ഇമോഷണലി എന്താ പറയുക, അവിടെ നിന്നും ഒക്കെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, കോണ്ടാക്ട് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഡിസ്റ്റൻസിലും ആയിരിക്കാം, മനസ്സിലായോ? ചിലപ്പോൾ ഡിസ്റ്റൻസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളവരും ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു എഫേർട്ട് കാണിക്കുന്നതും ഒന്നും അങ്ങനെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സും ഇല്ല. ചിലപ്പോൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ അവർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അതല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ബിസി ആയിരിക്കും, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, മര്യാദ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ്, അതായത് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് നമുക്കിവിടെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ, അതല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഹേർട്ട്, അതായത് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലാണ്. ആ പേഴ്സൺ ഒട്ടും ഹൃദയം കൊണ്ട് നിങ്ങളുടെ അടുത്തില്ല. ഫിസിക്കലി അടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തൊട്ടും ആ ഒരു പേഴ്സൺ ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊരു തരത്തിലോട്ട് വരെ നിങ്ങളുടെ മൈൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ പോകുന്നു, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രണ്ടും രണ്ട് തരത്തിലോട്ട് പോകുന്ന തരത്തിലോട്ടൊരു എനർജി അല്ല. ഗ്രാജുവലി പതുക്കെ തന്നെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങളോട് കൂടുതൽ കമ്മിറ്റഡ് ആവും, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻ ആവും, ഭയങ്കര നാച്ചുറലായി അതുപോലെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വരും. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വരുന്നാലും, പക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെ പറ്റി കാണുമ്പോഴും നിങ്ങളുടെ ഒരു സ്നേഹവും ഇഷ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഓരോരോ ചാൻസുകളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, മനസ്സിലായോ? പക്ഷെ ആ ഒരു ചാൻസ് ഒന്നും അവർ മര്യാദക്ക് നോട്ടീസ് ചെയ്തതുമില്ല. അവർ അത് വേണമെന്ന് അവർക്കൊരു ആഗ്രഹം ആ ഒരു സമയത്ത് തോന്നിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു എനർജി ചേഞ്ചും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലോട്ടും അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ ഒരു ചേഞ്ച് വരിക തന്നെ ചെയ്യും.
പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ വഴക്കും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പിടിക്കും. ഈഗോയും നോർമലി റിലേഷൻഷിപ്പിൽ നടക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രോബ്ലംസും ഈ ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കണക്ട് ആവണമെന്നുണ്ട്, പക്ഷെ കണക്ട് ആവാൻ പറ്റുന്നില്ല. നിങ്ങളോട് ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ഒരു ഫീലിങ്സും എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പഴയതുപോലെ ഒട്ടും പറ്റുന്നില്ല. എനിക്ക് അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം, മനസ്സിലായി, ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് വന്നതും ഇപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതും അല്ലെങ്കിൽ മിണ്ടാതെ മാറിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് അയാളുടെ ഇന്നർ വോയിസ് പറയുന്നുണ്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ നോക്കിയിരുന്നാൽ പോലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നതും എടുക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യക്തി എന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് തോന്നാൻ വേണ്ടി കാണിക്കുന്ന കലാപരിപാടിയായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. മനസ്സിലായോ? നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ആ പേഴ്സൺ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഫൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് ഇഷ്യൂ ആണോ ഉണ്ടായത് ആ ഒരു ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷനൊന്നും ഒരു കെയറിങ്ങും കൊടുക്കാത്ത രീതിയിൽ മാറിയിരിക്കുന്നത്. ഇവിടെ ഒരു ഈഗോ നല്ലതുപോലെ ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു വാശി ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ്, അതാണ് ശരി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതും. പിന്നെ എന്താ പറയുക, എല്ലാ തരത്തിലും അവോയ്ഡ് ചെയ്യും, പിന്നെ ഒരു തരത്തിലും അടുക്കാത്ത രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾ വരുന്നില്ല. പിന്നെ എന്താ പറയുക, അതൊക്കെ കൊണ്ട് തന്നെ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ച് വെച്ച് കുറേ നാളിരുന്നു, പക്ഷേ എനിക്കത് പറ്റില്ല, ഞാൻ പൊട്ടിത്തെറിക്കും, എൻ്റെ ഈഗോ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളത്. അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ലീഡർഷിപ്പ്, അതായത് ഞാനാണ് രാജാവ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ, അങ്ങനെ തരത്തിലൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിങ്ങളുടെ പാർട്ട്ണറിന് കൂടുതലും ഉള്ളത്. പിന്നെ ഒന്നിനും ഒരു സ്ഥിരതയും കാര്യങ്ങളും ഇല്ല. മനസ്സിലായി? എന്ത് കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും വേറെ എന്ത് കാര്യമാണെങ്കിലും പ്രോപ്പറായിട്ട് വൃത്തിക്കും ഒന്നും ചെയ്യത്തില്ല. ഒരു സ്ഥിരതയില്ലാത്ത ഒരു പേഴ്സൺ കൂടെയാണ് ഈ ഒരു വ്യക്തി. ചിലപ്പോൾ ആ ഒരു റീസണും കൂടെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുക എടുക്കുകയൊക്കെ ചെയ്യുന്ന, ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം, എങ്ങനെയൊന്നും എടുക്കരുത്, അങ്ങനെ തന്നെ നമ്മൾ നോർമൽ കാര്യങ്ങൾ അതൊന്നും അങ്ങനെ പോലും പറഞ്ഞാലും ഈ ഒരു പേഴ്സണ് ഇഷ്ടപ്പെട്ടില്ല. അതായത് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു എന്ന രീതിയിലുള്ളൊരു വ്യക്തി കൂടെയാണ്. അപ്പം അത് ഈഗോ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈഗോയുടെ പുറത്ത് തന്നെയാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയതും അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസും ഒക്കെ കാണിക്കുന്നത്. ശരിക്കും പറയാൻ പറ്റും ഇവിടുത്തെ ഫെമിനൻ എനർജി, അതായത് നമ്മൾ ജെൻഡർ വൈസ് അല്ല പറഞ്ഞ എനർജി വൈസ് ഫെമിനൻ ആയിട്ടുള്ള എനർജി വളരെ സ്ട്രോങ്ങും വളരെ എന്താ പറയുക ബോൾഡും അതുപോലെ തന്നെ വളരെ മാഗ്നറ്റിക് ആയിട്ട് നിൽക്കുന്നൊരു എനർജിയാണ്. ഏത് ബോഡിയിലാണോ ആ ബോഡിയിലുള്ള, അതായത് ഇപ്പോൾ കേൾക്കുന്ന ആളാണ് ഇപ്പോൾ ഫെമിനൻ എനർജി, അത് ജെൻഡർ വൈസ് അല്ല നമ്മൾ പറയുന്നത്, എനർജി വൈസ് ആണ്. അപ്പം ആ ഒരു ഫെമിനൻ എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈലി മാഗ്നറ്റിക് രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രീതിയിലേക്ക് വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടും നല്ലൊരു ഗ്രോത്തും നല്ലൊരു ചേഞ്ചസും നിങ്ങൾക്ക് തന്നെ വളരെ പീസ് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഡിസ്റ്റൻസിലാണ് എന്നത് ഓക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും ഇതെല്ലാം എൻ്റെ അടുത്തോട്ട് വരും അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആവും എന്നൊരു ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം. മനസ്സിലായോ? അപ്പോൾ പാർട്ട്ണർ ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ ഡിസ്റ്റൻസിൽ പോയാലും അത് ബാലൻസ് ആവും, അതല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും. ആ ഒരു പേഴ്സൺ എന്താണോ ചെയ്യുന്നത് അവിടെ നല്ലൊരു പണി കിട്ടി അല്ലെങ്കിൽ മനസ്സിലായി എൻ്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഫെമിനനായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് ഹൈലി നല്ലൊരു എന്താ പറയുക ഫെമിനൻ എനർജിയുടെ അങ്ങ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു പവറാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു സറണ്ടർ സ്റ്റേജ്, ഇനി എന്ത് വരുവാണെങ്കിലും വരട്ടെ, ഞാനൊന്നിനും വേണ്ടി കരയോ വിഷമിക്കുകയില്ല, അത്രയും ഹൈലി പവർഫുൾ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ എന്താ പറയുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാർഡ്സിനെ നമുക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതിനൊന്നും എനിക്ക് കഴിയില്ല, ഇനിയിപ്പോൾ ഇതേപോലെ ഡ്രാമയ്ക്കൊന്നും എനിക്ക് കഴിയില്ല, എൻ്റെ മൂഡിപ്പോൾ ആ ഒരു രീതിയിലല്ല എന്ന് വരാനുള്ള കാര്യം തന്നെ നിങ്ങളുടെ എനർജി അത്രയ്ക്ക് ഹൈ ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നല്ലൊരു അറ്റാച്ച്മെന്റ് നിങ്ങളോടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുന്നത് ഒരു ഫിയർ ഓഫ് ലോസ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിൽ ഓർത്ത് അയാൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ വിട്ടുകളയും അതായത് നിങ്ങൾ വിട്ടുകളയും അല്ലെങ്കിൽ ഞാൻ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ എന്താകും ലൈഫിനെ പറ്റി എന്നോർത്തിട്ടൊരു ഭയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് മാത്രമായിരിക്കും അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മനസ്സിലായോ? അയാളുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ അയാളെ മാക്സിമം കുഴപ്പത്തിലാക്കി ഉപദ്രവിക്കുക, നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇയാൾക്ക് മറ്റുള്ളവരുടെ ഇടയിലോട്ട് ചെന്നിട്ട് ഇതേപോലെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്വഭാവങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ തിരിച്ച് നല്ലതുപോലെ കൊടുക്കും. പക്ഷെ നിങ്ങളെന്ന് പറയുമ്പോൾ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളും ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്ഷമിക്കും. നല്ലൊരു ഫെമിനൻ എനർജിയിലോട്ട് വളർന്നതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ വളരെ എമ്പതൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും നിങ്ങൾ വഴക്ക് പറയും, അടിക്കുകയും എന്ത് ചെയ്താലും ചിലപ്പോൾ നിങ്ങളൊന്നും പറയില്ലാത്തൊരു എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ അത് എല്ലാവരുടെ അടുത്തും നടക്കില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ആയതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ നിങ്ങളെ മാക്സിമം ഹേർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ ഡയലോഗ്സ് എടുക്കും, അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് നിങ്ങളെല്ലാം സഹിക്കും, നിങ്ങളെല്ലാം കേൾക്കും, നിങ്ങളൊന്നും പറയില്ല, നിങ്ങൾ പോകില്ല എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൂടുതലായിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് നിൽക്കുമ്പോഴും ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെങ്ങാനും ഇട്ടിട്ട് ഇൻ കേസ് പോകുവാണെങ്കിൽ എന്താകും എന്ന്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു ഭയം. കാരണം എന്ന് വെച്ചാൽ വേറെ ആരും ഇയാളുടെ ലൈഫിൽ ഇതേപോലെ താന്നു കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് നിന്നാണ് അയാൾക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരാൾ താന്നു കൊടുക്കുമ്പോൾ മാക്സിമം അവരെ ശല്യം ചെയ്യുക, അതിലൊരു ആനന്ദം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് വേറെ അതൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ഒരു ട്രോമയുടെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു ഇതാണ് ആ ഒരു പേഴ്സൺ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭയമുണ്ട് നിങ്ങൾ പോകുമെന്ന്. പിന്നെ മൊത്തത്തിൽ എൻ്റെ ലൈഫ് സൈലൻ്റ് ആയി പോകുമോ അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിലായി പോകുമെന്നൊക്കെ ഓർത്തൊരു ഉള്ളിൽ ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ വിട്ടുപോകാൻ പേടിയാണ്. പക്ഷെ അതിങ്ങനെ പിടിച്ചു നിൽക്കാനും അതല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കളയോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുമോ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻ്റ് ആയി നിൽക്കുമോ എന്നൊന്നും ഇല്ല. അതൊക്കെ ജസ്റ്റ് ഒരു നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ ഡിസ്റ്റൻസിലുള്ള ആളാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചില രീതിയിലൊക്കെ തന്നെയാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും. ശരിക്കും നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് വേറൊരു രീതിയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും നാളെ നിങ്ങൾക്ക് തോന്നിയ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഒരു കാമായിട്ടുള്ളൊരു ഫേസിലോട്ട് പോവാണ്. പിന്നെ എന്താ പറയുക, കുറെ കച്ചറയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. നിങ്ങൾക്ക് തന്നെ എന്താണെന്ന് ഒരു ക്ലാരിറ്റിയും കാര്യമൊന്നും കിട്ടിയിരുന്നില്ല. അതിനൊക്കെ ഇപ്പൊ നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരുമിച്ചല്ലെങ്കിൽ നമ്മൾ വേറെ വേറെ രീതിയിലാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഹീലിംഗ് ജേർണി പോലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. നിങ്ങൾ വന്നാലും എനിക്ക് കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വരുമെന്ന് നിങ്ങൾക്കുള്ളിൽ നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാംനെസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തുണ്ടെങ്കിലും ഇത്രയും നാളെ സന്തോഷിച്ചും അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തിയൊക്കെ നടന്ന ആ ഒരു എനർജിയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൈക്കോപരമായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്നില്ല. പിന്നെ കുറേയൊക്കെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് ഇത്രയും നാളുണ്ടായിരുന്ന പുള്ളി വിചാരിച്ചതും ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാനസികമായുള്ള പിരിമുറുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സൈക്കിൾ എന്ന് വെച്ചാൽ ഒട്ടും അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അത് പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടുമില്ല. ഈ ഒരു സെപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ സെപ്പറേഷൻ ഉണ്ടെങ്കിലും അത് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നൊരു സെപ്പറേഷൻ മാത്രമാണ്. അതല്ലാതെ ഒരു ലോങ് ടേം സെപ്പറേഷനോ ഇനി ഒരിക്കലും കാണാതിരിക്കാനുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് മിണ്ടാതെയും അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റൻസ് കാണിക്കുന്നെങ്കിലും അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവുന്ന നിങ്ങൾ സറണ്ടർ ആവാനും വേണ്ടി യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ ആ ഒരു ആ പേഴ്സൻ്റെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സെപ്പറേഷൻ പീരീഡ് ആണിത്. പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ അവോയ്ഡ് ചെയ്തതും ഉള്ള ആ ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനിയിപ്പോൾ മാറി വരും. പതുക്കെ പതുക്കെ നല്ല രീതിയിലൊരു
കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വരും. ഒരു ക്ലാരിറ്റി കിട്ടും. എല്ലാത്തിലും ഒരു കംഫർട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ പേഴ്സണിൽ നിന്നും വേറൊരു ആളിലേക്ക് അതായത് വേറൊരു എനർജിയിലോട്ട് വരികയും നല്ലൊരു രീതിയിലോട്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കാമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാമിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ പുതിയൊരു ലൈഫ്, അതായത് പുതിയൊരു എനർജി വെച്ചിട്ട് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചു നിന്ന് വേറൊരു നല്ലൊരു രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള ലെസൺസ് ആണ് ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും കിട്ടുന്നത്. അപ്പോൾ ഇയാൾ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊരു ലെസണായിട്ട് എടുത്ത് നിങ്ങളത് നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഇതിനും നിങ്ങൾ യൂസ് ചെയ്യാൻ ആണ് നമ്മളോട് യൂണിവേഴ്സിലൂടെ പറയുന്നത്. എന്നാൽ ഇതൊരു ഡിസിഷൻ ടൈം കൂടെയാണ്. നിങ്ങൾ ഇരുത്തി ചിന്തിക്കുക, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓൾ പാറ്റേൺ റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തും നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒക്കെ മാറ്റി നിങ്ങളെ തന്നെ സ്വയം ശിക്ഷിക്കാതെ നിങ്ങൾ യൂണിവേഴ്സ് പറയുന്ന രീതിയിൽ ആ ഒരു ലവ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലവ് എനർജിയിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സ്മൂത്തും സ്ലോയിലും പോകാനാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയുടെ അകത്തുനിന്ന് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും അതോടൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരികയും അയാളുടെ ഈഗോയും അയാൾക്കുള്ള എന്തൊക്കെ പ്രോബ്ലം ആണോ അതെല്ലാം അയാൾ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.